ഹലോ എവ്രി വൺ, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാച്ച് വീക്ക് 29 പറ്റിയാണ്. മാച്ച് വീക്ക് 29 ലിവർപൂളിനും ന്യൂ കാസിലിനും ഗെയിം ഇല്ലായിരുന്നു, കാരണം അവർ കാരബാവ് കപ്പിന്റെ ഫൈനലിലായിരുന്നു. അതിൽ ന്യൂ കാസിൽ 70 വർഷങ്ങൾക്ക് ശേഷം കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. അതിന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ ലിങ്ക് ഇടാം. അപ്പോൾ നമുക്ക് ഈ മാച്ച് വീക്ക് 29 നടന്ന ചില ഇമ്പോർട്ടൻറ്റ് ഗെയിംസിന്റെ അപ്ഡേറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാച്ച് എടുക്കാം. ലെസ്റ്റർ സിറ്റി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലെസ്റ്റർ സിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ വിട്ട് ബോട്ടം 3-ലുള്ളതാണ്. അവർ ഓൾമോസ്റ്റ് 99% റെലഗേഷൻ ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇനി ആകെ അവശേഷിക്കുന്നത് 9 ഗെയിമാണ്. ഈ 9 ഗെയിമിൽ നിന്നും എത്ര പോയിന്റ് ഈ പറയുന്ന ഇപ്സ്വിച്ച് ടൗൺ, ലെസ്റ്റർ സിറ്റി, സൗത്ത് ആംപ്ടൺ ഇവർക്കൊക്കെ ഗ്രാബ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. സൗത്ത് ആംപ്ടൺ ദേ ആർ ഡൺ. ആകെ ഈ 29 മാച്ചസിൽ നിന്ന് അവർ ആകെ ടോട്ടൽ അക്യുമുലേറ്റ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് 9 പോയിന്റ് ആയിരുന്നു. അങ്ങനെ അത്രയ്ക്ക് ഒരു പത്തറ്റിക് കണ്ടീഷനിലാണ് ലെസ്റ്റർ സിറ്റി മാൻ യുണൈറ്റഡിനെ ഫേസ് ചെയ്യുന്നത്. മാൻ യുണൈറ്റഡിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഹോയ്ലൻഡ് ഉണ്ടായിരുന്നു. ആക്ച്വലി ദാറ്റ് പെയ്ഡ് ഓഫ് ഓൾസോ. ഹോയ്ലൻഡ് ഗോൾ അടിക്കുന്നു, ഗർനാച്ചോ ഗോൾ അടിക്കുന്നു, ബ്രൂണോ ഫെർണാണ്ടസ് ഗോൾ അടിക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് പിന്നെ പറയേണ്ട കാര്യമില്ല, അതൊരു കസ്റ്റമറി ഗോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. യൂറോപ്പ ലീഗിൽ മാൻ യുണൈറ്റഡ് റിയൽ സോഷ്യഡാഡ് ഗെയിമിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഹാട്രിക് അടിക്കുന്നു. അതിൽ 2 പെനാൽറ്റിയാണ്. വാട്ട് എവർ ഇറ്റ് മേ ബി. ആ ടീമിൽ പെനാൽറ്റി എടുക്കാൻ ബ്രൂണോ ഫെർണാണ്ടസ് അല്ലാതെ വേറൊരു അർഹനായ പ്ലെയർ ഉണ്ടെന്ന് ഒരു മാൻ യുണൈറ്റഡ് ഫാൻസും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ. വളരെ നല്ലൊരു ബ്രൂണോ ഫെർണാണ്ടസ് ഫോമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ വിക്ടറീസ് ആഫ്റ്റർ വിക്ടറീസ് പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു റൈവൽ ഫാൻ ആണെങ്കിൽ പോലും ഇറ്റ്സ് എ വെരി റിഫ്രഷിംഗ് സീൻ ടു സീ. അങ്ങനെ മാൻ യുണൈറ്റഡ് ലെസ്റ്റർ സിറ്റിനെ 3-0 പരാജയപ്പെടുത്തുന്നു. മാൻ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ ടേബിൾ പൊസിഷൻ ആഫ്റ്റർ ദാറ്റ് വിൻ 37 പോയിന്റ്സ് ആണ്, അതും 13-ാം സ്ഥാനത്ത്. തൊട്ട് താഴെ ടോട്ടൻഹാം ഹോട്ട്സ്പർ വിത്ത് 34 പോയിന്റ്സ്. ഇനി നമുക്ക് അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ മാൻ സിറ്റി വേഴ്സസ് ബ്രൈറ്റൺ. കാര്യം ശരിയാണ്, മാൻ സിറ്റി ആ കളി ഡ്രോ ആയി, സമ്മതിച്ചു, ഓക്കെ. പക്ഷെ ഞാൻ ഇതിനെ വേറൊരു ആംഗിളിലാണ് കാണാൻ ശ്രമിക്കുന്നത്. ഒമാർ മർമൂഷ് എന്ന പ്ലെയർ, ഹി ഹാസ് ക്ലിയർലി മെയ്ഡ് ഹിസ് അനൗൺസ്മെൻറ്റ് ടു പ്രീമിയർ ലീഗ്. ഒമാർ മർമൂഷ് വരുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പ്രീമിയർ ലീഗിൽ ഈ പ്ലെയർ അഡാപ്റ്റ് ആവുമെന്ന്. വളരെ ഭംഗിയായിട്ടല്ലേ പുള്ളിക്കാരൻ ഇപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് പ്രീമിയർ ലീഗുമായിട്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം ഒമാർ മർമൂഷ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിക്കുന്നുണ്ട്. ഈ ഒമാർ മർമൂഷ് ഹാളൻഡ് കോമ്പിനേഷൻ ഈസ് ഗോയിങ് ടു ബി വെരി ഡെഡ്ലി നെക്സ്റ്റ് സീസൺ. ഇതെൻ്റെ ഒരു പ്രഡിക്ഷനാണ്, ഓക്കെ. ഈ ഒരു ജാനുവരി സൈനിങ്സ്, ഈ കുഷ്നോവ്, ഈ മർമൂഷ്, ഇതൊരു വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നെക്സ്റ്റ് സീസൺ ഫോർ മാൻ സിറ്റി. മാൻ സിറ്റി വിൽ ബി ബാക്ക് നെക്സ്റ്റ് സീസൺ 100%. കാരണം അവരിപ്പം വളരെ സൈലൻ്റ് ആയിട്ട് അണ്ടർ ദ റേഡാർ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, യുനോ, വിത്ത് ദീ സൈനിങ്സ്. പക്ഷേ നമ്മളാരും അത്ര അങ്ങോട്ട് നോട്ടീസ് ചെയ്യാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കുഷ്നോവ് ആയാലും ശരി, ഈ പറയുന്ന മർമൂഷ് ആയാലും ശരി, രണ്ടുപേരും ദി പെർഫെക്റ്റ്ലി ഇൻ്റഗ്രേറ്റഡ് ടു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. അപ്പോൾ they are the one to watch for next season. ഈ പറയുന്ന മാൻ സിറ്റി വേഴ്സസ് ബ്രൈറ്റൺ ഡ്രോയിൽ അവസാനിക്കുകയാണ് 2-2. എഗെയിൻ പോയിന്റ്സ് ഡ്രോപ്പ് ഫോർ മാൻ സിറ്റി. മാൻ സിറ്റി ഇപ്പോൾ 5-ാം സ്ഥാനത്താണ് 48 പോയിന്റുമായിട്ട്. അവരുടെ തൊട്ട് പുറകെ തന്നെ ഇൻഫോം ന്യൂ കാസിൽ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടോപ്പ് 5 വിൽ ക്വാളിഫൈ ഫോർ ചാമ്പ്യൻസ് ലീഗ് നെക്സ്റ്റ് സീസൺ. അപ്പോൾ ന്യൂ കാസിൽ ആർ നോട്ട് ഫാർ അവേ. ഇതിൽ ആകെ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത, ഇതിലാകെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ചെൽസി മാത്രമേ ഉള്ളൂ. ചെൽസി ആർ നോട്ട് ഇൻ എ വെരി ഗുഡ് ഫോം. അവർ മാച്ച് വീക്ക് 29 ആർസണലുമായിട്ട് തോക്കുകയായിരുന്നു. ആ ഗെയിം ചെൽസിയുടെ വളരെ പുവർ ഗെയിം എന്ന് തന്നെ പറയണം. അറ്റാക്കിൽ ഒരു ത്രെട്ട് ഇല്ലായിരുന്നു. വളരെ ഒരു പ്ലെയിൻ സിമ്പിൾ ഗെയിം കളിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ ഇടാം. മാൻ സിറ്റി ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ദേ ഹാവ് ടു സെക്യൂർ ചാമ്പ്യൻസ് ലീഗ്. അത് പെപ്പ്, ഐ തിങ്ക് പെപ്പ് വിൽ ഡു ദാറ്റ്. ഇനിയുള്ള ഗെയിംസൊക്കെ പെപ്പ് ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എല്ലാ സീസണിലും, എസ്പെഷ്യലി ടുവേഴ്സ് എ ഫാഗ് എൻഡ് ഓഫ് ദ സീസൺ, മാൻ സിറ്റി ദേ പുൾ ഔട്ട് എ 10 ഗെയിം സ്ട്രീക്ക്, 9 ഗെയിം സ്ട്രീക്ക്. അതുപോലൊരു സ്ട്രീക്ക് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു പെപ്പിൻ്റെ മാൻ സിറ്റിയിൽ നിന്ന്. ഇനി വേറൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ഫുൾഹാം വേഴ്സസ് ടോട്ടൻഹാം. ഈ എന്താ പറയുക,
ടോട്ടനമിൻ്റെ കാര്യം പറയുമ്പോൾ ഫുൾഹാം ജയിച്ചു 2-0. ആരെങ്കിലും സർപ്രൈസ്ഡ് ആണോ? ഞാൻ ഒരിക്കലും അല്ല. ഫുൾഹാം എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, ഫുൾഹാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടീമാണ്. വളരെ ബ്യൂട്ടിഫുൾ ഗെയിം കളിക്കുന്ന ടീമാണ് ഫുൾഹാം. അപ്പോൾ ആ ടീം ടോട്ടനമിനെ തോപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സർപ്രൈസ്, ആൻഡ് ഐ എക്സ്പെക്റ്റഡ് ദിസ് റിസൾട്ട് ഓൾസോ ഫ്രം ഫുൾഹാം. ഈ ആഞ്ച് പോസ്റ്റക്കോഗ്ലു എന്താ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ ഹി ഈസ് നോട്ട് ഫ്ലെക്സിബിൾ. ഈ ഹൈ ലൈൻ എന്ന് പറയുന്ന ഒരു ടാക്ടിക്സ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഐ എം ലോസ്റ്റ് സീരിയസ്ലി വെൻ ഇറ്റ് കംസ് ടു ടോട്ടനം സബ്ജക്റ്റ്. ഐ എം ലോസ്റ്റ്. കാരണം ഓക്കെ, അവർക്ക് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇഞ്ചുറീസ് ഉള്ള സമയത്ത് if you have a tactics that you want to adapt and you don't have a players that can cope up with this tactics, then you need to change the tactics, right? അങ്ങനെയാണല്ലോ. ഞാൻ എൻ്റെ ഒരു ഫിലോസഫി ഹൈലൈൻ ആണ്, ഞാൻ ഈ ഫിലോസഫിയെ ഫോളോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കത്തില്ലേ? ഐ ഡോണ്ട് നോ. എനിവേ, വേറെ ചില മാച്ചസ് പറയുകയാണെങ്കിൽ എവർട്ടൺ വേഴ്സസ് വെസ്റ്റ് ഹാം, അത് 1-1 തീരുന്നു. സൗത്ത് ആംപ്ടൺ വേഴ്സസ് വോൾവ്സ് സൗത്ത് ആംപ്ടണിനെ പരാജയപ്പെടുത്തുന്നു. ഏറ്റവും താഴെ 20th പൊസിഷനിലാണ് സൗത്ത് ആംപ്ടൺ. വോൾവ്സ് ഈ സീസൺ സർവൈവ് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദേ വിൽ സ്റ്റിൽ ബി ഇൻ പ്രീമിയർ ലീഗ്. വോൾവ്സ്, ഐ ആം ലിറ്റിൽ ബിറ്റ് സർപ്രൈസ്ഡ് ബൈ വോൾവ്സ് പൊസിഷൻ. ആക്ച്വലി അവർക്ക് അത്യാവശ്യം നല്ല പ്ലെയേഴ്സൊക്കെ ഉള്ള ടീം തന്നെയാണ് വോൾഫ്. നല്ല അറ്റാക്കിംഗ് മൈൻഡുള്ള ടീമുമാണ് വോൾഫ്. ന്യൂനോൻ്റെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അവരുടെ ഒരു മിറക്കിൾ സീസൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിപ്പോഴും 3-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് സീസൺ ഏതാണ്ട് ഉറപ്പിക്കാം ന്യൂനോയുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് കളിക്കും എന്ന്. വാട്ട് ആൻ അച്ചീവ്മെൻ്റ് അല്ലേ ന്യൂനോൻ്റേത്. ഈ ന്യൂനോ എന്ന് പറയുന്ന ആൾ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ന്യൂനോ എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടോട്ടനം ഹോട്ട്സ്പറിനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ആൾ. സി വേർ ഹി ഗോട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 3-ാം സ്ഥാനത്ത്. അതേസമയം ടോട്ടനം എത്രാം സ്ഥാനത്ത്? 14-ാം സ്ഥാനത്ത്. അങ്ങനെ ഇപ്സ്വിച്ച് ടൗണിനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 4-2 പരാജയപ്പെടുത്തുന്നു. ബോൺമത്ത് വേഴ്സസ് ബ്രൻഫോർഡ് ജയിക്കുന്നു 2-1. ഇങ്ങനെയാണ് മാച്ച് വീക്ക് 29 ഇവോൾവ് ആയത്. ഇനി വരാൻ പോകുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. അടുത്ത മാച്ച് പ്രീമിയർ ലീഗിൻ്റെ ഏപ്രിൽ 1-ാം തീയതിയാണ്.